കോഴിക്കോട് നിരവധി കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ ചുമത്തി നാടുകടത്തിയിരിക്കുന്നു. പതിമംഗലം സ്വദേശി അബ്ദുൽ ജബ്ബാറിനെയാണ് പോലീസ് നാടുകടത്തിയത്. രാഹുൽ കെ വി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എന്തൊക്കെയാണ്? എത്രമാത്രം കേസുകളിൽ പ്രതിയാണ് ഇയാൾ? എങ്ങോട്ടേക്ക് നാടുകടത്തൽ പോലീസ് നാടുകടത്തിയത്? എങ്ങോട്ടേക്കാണ്? എങ്ങനെയാണ് നടപടി? പക്ഷേ അതായത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെയാണ് കാപ്പ നിയമപ്രകാരം ഒന്നുകിൽ നാടുകടത്തുക അല്ലെങ്കിൽ ജയിലിൽ സ്റ്റേ ചെയ്യുന്നത്. ഈ പ്രതിയെ ഏതായാലും 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉത്തരവാണ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് 23 വയസ്സുകാരനായ അബ്ദുൽ ജബ്ബാർ. കോഴിക്കോട് ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജ്, കുന്നമംഗലം സ്റ്റേഷനുകളിലായി മയക്കുമരുന്നിന്റെ ഉപയോഗിച്ചതിനുള്ള കേസുണ്ട്. ലഹരിയും ഉപയോഗിച്ച ആളുകളെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതിനുള്ള കേസുകളുണ്ട്. ഒപ്പം തന്നെ ഒരു ട്രാൻസ്ജെൻഡറുടെ ആക്രമിച്ച് സ്കൂട്ടറിന്റെ ചാവി താക്കോൽ വാങ്ങിക്കൊണ്ടുപോയി ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ഈ കേസിൽ നേരത്തെ റിമാൻഡിലുമായിരുന്നു. തുടർച്ചയായി വിധത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കുന്നമംഗലം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിധത്തിലുള്ള നടപടി 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ള കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.